കണ്ണൂർ കല്യാട് പൂട്ടിയിട്ട വീട്ടിൽ പട്ടാപ്പകൽ കവർച്ച. 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയി. കല്യാട് സ്വദേശി KV സുമതയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്? ഈ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ? അരുൺ പൂപ്പറമ്പ. റീജിത്ത്, ഇതിൽ ഇരിക്കൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരിക്കൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. വിരലടയാള വിദഗ്ധരും മറ്റ് ഫോറൻസിക് വിഭാഗമൊക്കെ അവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് KV സുമത, കല്യാട് സ്വദേശിയായിട്ടുള്ള KV സുമതയുടെ വീട്ടിലാണ് കവർച്ചയുണ്ടായത്. ആ വീട്ടിൽ സുമതയും അതോടൊപ്പം മകനും മകൻ്റെ ഭാര്യയുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഈ കവർച്ച നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. സുമത ഒരു മരിച്ച വീട്ടിലും മകൻ ജോലിക്കും പോയിരുന്നു. ഈ സുമതയുടെ മരുമകൾ അവരുടെ വീട്ടിലേക്ക് മറ്റു ആവശ്യത്തിനായി പോയതാണ്. ആ സമയത്ത് ആരുമില്ലാത്ത സമയത്താണ് ഈ കവർച്ച ഉണ്ടായിട്ടുള്ളത്. അവിടെ തന്നെ ഒരു സ്ഥലത്താണ് ഈ താക്കോൽ സൂക്ഷിച്ചു വെക്കുന്നത്. വീടിന് തൊട്ട് മുന്നിലൊരു വശത്താണ്. അവിടെ നിന്ന് ഇത് നേരത്തെ തന്നെ അറിയാവുന്ന ആളാണ്. ഈ വീട് മുൻകൂട്ടി നിരീക്ഷിച്ച ആളാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം. അത് കൃത്യമായി തന്നെ ആ താക്കോൽ എടുത്ത് ഇവരുടെ കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്ന അലമാരയിൽ സൂക്ഷിച്ച 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും നഷ്ടമായെന്നാണ് KV സുമതയുടെ പരാതിയിൽ എന്തായാലും പറയുന്നത്. പോലീസ് അവിടെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഈ വീടും ഇവർ പുറത്തു പോയതും എല്ലാം നന്നായി അറിയുന്ന ആൾക്കാരാണ്. ഈ കവർച്ച അല്ലെങ്കിൽ ആളാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് പോലീസിൻ്റെ നിഗമനം. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പട്ടാപ്പകൽ നടന്നൊരു കവർച്ചയായതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും വലിയ നടുക്കമുണ്ടായിട്ടുണ്ട്. റിജിത്ത്, ശരി, 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് മോഷണം പോയിരിക്കുന്നത്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.